വ്യാജ ലൈംഗിക പീഡന പരാതികളിൽ പുരുഷന്മാർ വേട്ടയാടപ്പെടുകയാണെന്നും ഇത്തരത്തിൽ വ്യാജ പരാതി നൽകുന്നവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ആരോപിച്ച് രാഹുൽ ഈശ്വറും മുകേഷ് നായരും രംഗത്ത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും നിയമ സംവിധാനത്തിലെ ഇരട്ടത്താപ്പിനെതിരെ പ്രതികരിച്ചത്. വ്യാജ പരാതി എന്ന് കോടതി കണ്ടെത്തിയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കേസിൽ, ആ സ്ത്രീയുടെ പേര് ഞാൻ പറയാറുണ്ട്, സാധാരണ ഇപ്പൊ പറയുന്നില്ല, ഞാൻ എന്റെ പേര് അടുത്ത പ്രശ്നമുണ്ട്, ആ സ്ത്രീക്കെതിരെ എടുത്തിട്ടില്ല ഒരു 164 മജിസ്ട്രേറ്റിന് മുമ്പിൽ കള്ളം പറഞ്ഞു, 164 സ്റ്റേറ്റ്മെന്റ് കള്ളത്തരത്തിൽ കൊടുത്തു. അവർക്കെതിരെ എന്തെങ്കിലും പരാതി എടുത്തു? ഉമ്മൻചാണ്ടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും വ്യാജ ആരോപണങ്ങളുടെ പേരിൽ വർഷങ്ങളോളം വേട്ടയാടപ്പെട്ടുവെന്ന് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടിക്കെതിരെ മജിസ്ട്രേറ്റിന് മുന്നിൽ 164 മൊഴിയിലൂടെ കള്ളം പറഞ്ഞ സ്ത്രീകൾക്കെതിരെ ഇതുവരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. കള്ളമാണെന്ന് നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയില്ല. എല്ലാവർക്കും കള്ളമാണെന്ന് അറിയായിരുന്നില്ലേ? എന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം വേട്ടയാടി? കോടതിയിൽ നിന്ന് അനുകൂല പരാമർശമാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഒരു പീഡകനാണ്. അല്ലെങ്കിൽ ശ്രീ ദിലീപിന്റെ കാര്യം, അല്ലെങ്കിൽ ശ്രീ നിവിൻ പോളിയുടെ കാര്യം, അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖിന്റെ കാര്യം, ഇവരെ പോലുള്ളവർക്ക് രക്ഷയില്ലെങ്കിൽ പാവപ്പെട്ട ആണുങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഏതെങ്കിലും ചോദ്യം ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും എന്നെ വിമർശിക്കാനെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം. പുള്ളി 50 ദിവസം കടന്നു പോകണ എന്റെ ഓർമ്മ. കേസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ പറയുന്നില്ല, പിന്നീട് അതൊരു പ്രശ്നമാണ്ടാന്ന് ഉദ്ദേശം. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പോരാടുന്നത് എന്റെ വീട്ടിൽ അരി മേടിക്കാനല്ല. ഗ്രീഷ്മ ഷാരൂണിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ എഴുതിയ KR മീരയ്ക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കൊലപാതകത്തെ ന്യായീകരിച്ചിട്ടും ഇവർക്കെതിരെ കേസില്ലെന്നും എന്നാൽ താൻ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ 16 ദിവസം ജയിലിൽ കടന്നുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ദിലീപ്, നിവിൻ പോളി, സിദ്ദിഖ്, എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയ പ്രമുഖർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരായ പുരുഷന്മാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. തനിക്കെതിരെ പുതിയ പരാതിയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഈശ്വർ അറിയിച്ചു. ഗ്രീഷ്മ കൊന്നത് ശരിയാന്ന് പറഞ്ഞ KR മീര മാഡം വലിയ എഴുത്തുകാരിയാണ്. അവരുടെ എഴുത്തിനെയൊക്കെ വലിയ ബഹുമാനമാണ്. ഷാരനെ കൊന്നത് നന്നായി, ചില സമയത്ത് അങ്ങനെ വിഷം കലക്കി കൊടുക്കേണ്ടി വരും എന്ന് പോലും പറഞ്ഞൊരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും FIR ഇടുന്നില്ല. ഞാൻ 16 ദിവസമാണ് ജയിലിൽ കിടന്നത്. ഓർത്തോളൂ, ഒരാളെ കൊല്ലുന്നതിനെ വിഷം കലക്കി കൊടുക്കുന്നതിനെ ന്യായീകരിച്ച മീര മാഡത്തിനെതിരെ കേസില്ല. അല്ലെങ്കിൽ റേപ്പ് ആരോപണം ചെയ്തു എന്ന് മൾട്ടിപ്പിൾ ആരോപണങ്ങളും ഡ്രഗ്സും ഉള്ള വേടന്റെ പേരിൽ വേടൻ ജയിലിൽ പോകുന്നില്ല. രാഹുൽ ഈശ്വർ പോകുന്നതിന്റെ കാര്യം പുരുഷന്മാർക്ക് കവചമായി നിൽക്കാൻ ഞങ്ങളെ പോലുള്ള കുറെ പേരുണ്ട്. പുരുഷന്മാർക്ക് ഒരു കവചമായി നിൽക്കുന്നത് കൊണ്ടാണ് തന്നെ പോലുള്ളവർ ജയിലിൽ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.